കോൺഗ്രസ് ആണ് ഭാരതത്തിൻ മർത്യകോടി നെഞ്ചിലേറ്റി എന്ന് തുടങ്ങുന്ന പാട്ടാണ് കഴിഞ്ഞ 3 പ്രധാന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ മുഖ്യ പ്രചരണ ഗാനമായിരുന്നത്. ഈ പാട്ട് എഴുതി സംഗീതം നൽകിയ അധ്യാപകനായ എബി പാപ്പച്ചൻ പാട്ടുവിശേഷങ്ങളുമായി ചെയ്തു. കോൺഗ്രസ് ആണു ഭാരതത്തിൻ മർത്യകോടി നെഞ്ചിലെറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. കഴിഞ്ഞ 5 വർഷമായി കോൺഗ്രസിന്റെ പ്രചരണ വേദികളിലാകെ മുഴങ്ങിക്കേൾക്കുന്ന ഈ പാട്ട് എഴുതിയ ആൾ തന്നെയാണ് ഇപ്പോൾ പാടിയത്. അധ്യാപകൻ കൂടിയായ എബി പാപ്പച്ചനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഈ സാധാരണഗതിയിൽ ഈ വിപ്ലവ ഗാനങ്ങളൊക്കെ കൂടുതൽ ഇടതുപക്ഷത്തിനാണ് അങ്ങനെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇടക്കാലത്ത് പണ്ടൊക്കെ ഉപയോഗിക്കുമായിരുന്നു, പക്ഷേ ഇടക്കാലത്ത് അങ്ങനെ ഒരു പാട്ടിന്റെ ഒരു വലിയൊരു അല്ലെങ്കിൽ ഒരു രീതി കുറവായിരുന്നു കോൺഗ്രസിന്. പക്ഷെ അത് എങ്ങനെ മടക്കി കൊണ്ടുവരാൻ വേണ്ടിയാണോ ഇത്തരം ഒരു പാട്ടിലേക്ക് വന്നത്? അല്ല, അതൊരു ധാരണയാണ്. ഈ വിപ്ലവ ഗാനങ്ങൾ, ഏറ്റവും ഉശിരുള്ള ഗാനങ്ങളൊക്കെ ഇടതുപക്ഷത്തിന് മാത്രമാണെന്നുള്ളത് ഒരു ധാരണയാണ്. വരിക സഹചര്യം എന്നുള്ള പാട്ടിന്റെ എത്ര ഉശിരുള്ള ഒരു പാട്ട് ഏതാണ് ഇറങ്ങിയിട്ടുള്ളത്? ഒരുപാട് പാട്ടുകൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ കോൺഗ്രസിനും സ്വാതന്ത്ര്യ സമരത്തിനും ശക്തി പകരുന്ന രീതിയിലുള്ള 100 കണക്കിന് പാട്ടുകൾ എല്ലാ ഭാഷകളിലും ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അതിന്റെ ചുവട് പിടിച്ചാണ് പിൽക്കാലത്ത് ഇടതുപക്ഷത്തിന്റെ ആവേശകരമായ പാട്ടുകൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പക്ഷേ സാർ പറഞ്ഞ കാര്യം ശരിയാണ്. ഈ അടുത്ത കാലത്ത് അങ്ങനെ സിരകളെ ചൂടുപിടിപ്പിക്കുന്ന രീതിയിലുള്ള പാട്ടുകളുടെ എണ്ണം കോൺഗ്രസിന് വളരെ കുറവായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഈ ഒരു പാട്ട് വളരെ ഭംഗിയായിട്ട് ആളുകൾ സ്വീകരിക്കുകയും കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് ഏറ്റവും ജനപ്രീതിയുള്ള കോൺഗ്രസ് സോങ്ങായി ഇത് നിലനിൽക്കുകയും ചെയ്യുന്നതിനകത്ത് ഒരുപാട് സന്തോഷം. ഇങ്ങനൊരു പാട്ട് എഴുതുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു പ്രചരണ ഗാനം എന്ന നിലയ്ക്കാണോ, അതോ ഏത് തരത്തിലാണ് ഈ ഒരു പാട്ട്? ഇതൊരു യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അടുത്ത കാലത്ത് ഏറ്റവും ഹിറ്റായതെന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിലുള്ള പാട്ട് അതിനെ ഏത് തരത്തിലാണ് ചിട്ടപ്പെടുത്തിയത്? ഈ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു ചരിത്രം, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു ചരിത്രമാണ്. ആ ചരിത്രാവബോധം ഉണ്ടാക്കുന്ന പാട്ടുകൾ, അതോടൊപ്പം തന്നെ വളരെ ആവേശം ഉണ്ടാക്കുന്ന ഒരു പാട്ട്, അങ്ങനെ ഒരു പാട്ടുണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പാട്ട് എഴുതിയതും അതിന്റെ ഈണമിട്ടതും. ഈ പാട്ട് എഴുതിയതും അതിന്റെ ഈണമിട്ടതും ഞാൻ തന്നെയാണ്. അതിന്റെ കോറസ് പാടിയിരിക്കുന്നത് ഞാനാണ്. ഒരുപാട്. പിന്നെ അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത മത്തായി സുനിൽ എന്ന് പറയുന്ന ഒരു ഗായകൻ, ഒരു നാടൻപാട്ട് കലാകാരന്റെ മനോഹരമായ ശബ്ദം ആ പാട്ടിന് വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ സാം എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹമാണ് അതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. ഈ സംവിധാനങ്ങളെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഈ പാട്ട് ഏറ്റവും മനോഹരമായ ഒരു ഗാനമായിട്ട് മാറുന്നത്. അത് തീർച്ചയായിട്ടും വലിയ സന്തോഷം നൽകുന്ന കാര്യം. നമ്മുടെ കേരളത്തിന്റെ ഏത് സ്ഥലത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പാട്ട് എഴുതിയ ആളാണ്, ഇതിന് സംഗീതം നൽകിയ ആളാണെന്ന് പറയുമ്പോൾ തിരിച്ചറിയപ്പെടുകയും വലിയ സന്തോഷവും സ്നേഹവും അവരിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നത് വളരെ നന്നായിട്ട് അനുഭവിക്കാൻ ഈ നാളുകളിൽ എനിക്ക് കഴിയുന്നുണ്ട്. എന്തായാലും ഇനിയും കോൺഗ്രസിന് വേണ്ടി ഇത്തരത്തിൽ മനോഹരമായ പാട്ടുകൾ, ഹിറ്റ് പാട്ടുകൾ എഴുതാൻ കഴിയട്ടെ എന്ന് ശ്രീ എബി പാപ്പച്ചനെ ആശംസകൾ നേരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.